ലൈവ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ തകർപ്പൻ കൊട്ടിക്കലാശം, കളറാക്കി മുന്നണികൾ. മറ്റന്നാൾ വിധി എഴുതുക. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വ്യാജരേഖ ചമച്ചെന്ന് കോടതിയിൽ അറിയിച്ച അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കാൻ ആസൂത്രിത ശ്രമം നടത്തിയെന്നും വാദം. 8 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി. കേസിൽ ദിലീപ് അടക്കം 10 പ്രതികൾ. സന്നിധാനത്തെ സ്വർണ്ണക്കടത്തിൽ 500 കോടിയുടെ കൊള്ളയെന്ന് രമേശ് ചെന്നിത്തല. പുരാവസ്തുക്കടത്ത് നടത്തിയത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘമെന്ന് SIT കത്ത് നൽകി. രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ SIT. സന്നിധാനത്ത് ഭക്തജന തിരക്ക്. പതിനൊന്നാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ. തെരച്ചിൽ ശക്തമാക്കി പോലീസ്. 2ാം കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെ വിധി. പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. കേരളത്തിലെ MP-മാരുടെ പ്രവർത്തനങ്ങളിൽ KC വേണുഗോപാലിനോട് സംവാദത്തിൽ തയ്യാറെന്ന് മുഖ്യമന്ത്രി. മറുപടി KCയുടെ വെല്ലുവിളിയിൽ. തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി. കേരളത്തിലെ MP-മാരുടെ പ്രവർത്തനത്തെ പറ്റി അറിയില്ലേ അദ്ദേഹത്തിന്? കടക്ക് പുറത്ത് പ്രയോഗത്തിലും മറുപടിയുമായി പിണറായി. നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ. വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല കേട്ടോ. വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത്. അങ്ങനെ നിങ്ങളിരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. നിശാ ക്ലബിലെ തീപിടുത്തത്തിൽ ഗോവയിൽ 25 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരുക്ക്. ഉടമയ്ക്കും മാനേജർക്കുമെതിരെ കേസ്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. കൊല്ലം കുരീപ്പുഴയിൽ 11 ബോട്ടുകൾ കത്തി നശിച്ചു. ഏഴ് ജില്ലകളിൽ കൊട്ടിക്കലാശം. സംസ്ഥാനത്ത് ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യ പ്രചാരണം അവസാനിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഇടങ്ങളിൽ വർണ്ണാഭമായ കൊട്ടിക്കലാശമാണ് നടന്നത്. നാളെ 7 ജില്ലകളിൽ നിശബ്ദ പ്രചാരണവും നടക്കും. ഡാൻ കുര്യൻ, VV അരുൺ, G ശ്രീത്ത്, ഒപ്പം S വിനേഷ്, ആജ്ഞ രവീന്ദ്രൻ, ഡാനി പോൾ എന്നിവർ ചേരും. ആദ്യം ഡാനിലേക്ക്. ഡാന്, ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന കോർപ്പറേഷൻ അടങ്ങിയ ജില്ല തിരുവനന്തപുരം. എന്തായിരുന്നു അവിടുത്തെ അവസാന മണിക്കൂറുകളിലെ കാഴ്ചകൾ? ആവേശം വാരി വിതറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് കൊട്ടിക്കലാശത്തോടെ പരിസമാപ്തിയായിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ആവേശം നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഏത് തരത്തിലാണോ കലാശക്കൊട്ട് നടക്കുന്നത്, സമാനമായ തരത്തിൽ 3 മുന്നണികളുടെയും പ്രവർത്തകർ തെരുവിലേക്ക് എല്ലാ ആവേശവും ഒരുപോലെ സന്നിവേശിപ്പിച്ചുകൊണ്ട് കടന്നുവരുന്ന അസാധാരണമായ കാഴ്ചയ്ക്കാണ് തലസ്ഥാന നഗരം ഉൾപ്പെടെ സാക്ഷ്യം വഹിച്ചത്. തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്ന് പറയുന്നത് BJPക്കും UDFനും ഇത്തവണ ഒരു അഭിമാന പോരാട്ടമാണ്. LDFനും പക്ഷേ അത് നിലനിർത്തേണ്ടത് ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തടക്കം ഇത്രയധികം വലിയൊരു ആവേശം ഈ കലാശക്കൊട്ടിൽ ഉണ്ടായതും. എന്തായാലും ആഴ്ചകൾ നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം, വലിയ കൊടുമ്പിരി കൊണ്ട പ്രചാരണ വിഷയങ്ങൾ, സംസ്ഥാന വിഷയങ്ങൾ, അതോടൊപ്പം പ്രാദേശിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ആഴ്ചകളാണ് കടന്നു പോകുന്നത്. ഇനി വിധി നിർണയത്തിന് 1 ദിവസം മാത്രമാണ് ബാക്കി. നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. അതായത് വോട്ടർമാർക്കിടയിലേക്ക് തങ്ങൾ മുമ്പോട്ട് വെച്ച എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും വോട്ടർമാർക്കിടയിൽ കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം 3 മുന്നണികൾക്കുമുണ്ട്. LDFനും UDFനും ഒപ്പം BJPക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ഈ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ 3 മുന്നണികളും വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. എന്തായാലും തെക്കൻ ജില്ലകളിൽ ശബരിമല വിഷയം അടക്കം വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഗുണകരമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പും BJPയും. അതേസമയം അതിനപ്പുറത്തേക്കുണ്ടായ ക്ഷേമ പദ്ധതികൾ, അതായത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ, അതിനായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പും.
ഏതായാലും വലിയ ആവേശകരമായ പ്രചരണ കാലഘട്ടം, മാസങ്ങൾ നീണ്ട പ്രചരണമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശവും കണ്ടു. നമുക്ക് ആജ്ഞ രവീന്ദ്രനുണ്ട്, ഒപ്പം അതിനു മുൻപ് കോട്ടയത്തേക്കൊന്ന് പോകണം. അവിടെ ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, കോട്ടയം കേരള കോൺഗ്രസുകളുടെ തട്ടകം, പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥലം. ഏത് കേരള കോൺഗ്രസ് ഇത്തവണ മുന്നിലെത്തും എന്നത് വളരെ പ്രസക്തമായ ഒരു പ്രദേശം കൂടിയാണ്. അതേ ആവേശം പ്രചരണ രംഗത്തും പ്രതിഫലിച്ചോ? രഞ്ജിത്ത്, പ്രചരണ രംഗത്ത് പ്രതിഫലിച്ചു. പക്ഷേ കൊട്ടിക്കലാശത്തിൽ ഒരുപക്ഷെ അപൂർവം സ്ഥലങ്ങളിലാണ് സംഘടിതമായുള്ള കൊട്ടിക്കലാശം ഉണ്ടായിരുന്നത്. കോട്ടയത്തോ അല്ലെങ്കിൽ പാലായിലോ ഒന്നും ആ നിലയിൽ ഉണ്ടായിരുന്നില്ല. കടുത്തുരുത്തിയിലാണ് മൂന്ന് മുന്നണികളും സംഘടിച്ചുള്ള ഒരു കൊട്ടിക്കലാശം നടന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ റോഡ് ഷോകളും മറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് വൈകുന്നേരവും തുടരുന്ന നിലയിലാണ് പലയിടത്തും അവസാനിച്ചത്. ഒരു സംഘർഷത്തിലേക്ക് ഒന്നും ഈ അവസാന ഘട്ടത്തിൽ പോകരുത് എന്ന ചിന്തയുടെ കൂടി ഭാഗമായിരിക്കാം അത്തരത്തിലൊരു സംഘടിതമായ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് പോകാഞ്ഞത്. മാത്രമല്ല, ഈ ജനപ്രതിനിധികളൊക്കെ തന്നെയും താഴെത്തട്ടിൽ അവിടെ അവരവരുടെ വീടുകളിലൊക്കെ വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ഒരു അവസാനവട്ട ശ്രമമാണ് കണ്ടത് എന്നുള്ളതാണ് കോട്ടയത്തിൻ്റെ ഒരു സ്ഥിതി. പക്ഷേ കടുത്തുരുത്തിയിൽ വലിയ ആവേശം നിറഞ്ഞ കൊട്ടിക്കലാശമായിരുന്നു. നമുക്കറിയാം, പാലാ പോലെ തന്നെ കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലം കൂടിയാണ്. പക്ഷേ ഇവിടെ UDF MLA ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. പക്ഷേ ഏതാണ്ട് 40,000-ലധികം വോട്ടിൽ നിന്ന് 4,000-ലേക്ക് കുറയ്ക്കാനൊക്കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവോടെ കടുത്തുരുത്തിയിൽ സാധിച്ചു. കടുത്തുരുത്തി മാത്രമല്ല, അങ്ങനെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്താൽ ജില്ലയൊന്നാകെ LDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ഇത്തവണ അത് അവസാനിപ്പിച്ച് തിരിച്ച് ജില്ല പിടിക്കുക എന്നതാണ് UDF-ന്റെ തന്ത്രം. അതിന് വലിയ ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. റിബലുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാഷ്ട്രീയ വിജയം ജില്ലയിൽ നേടാൻ കഴിയുമെന്ന് UDF കരുതുന്നു. അങ്ങനെ ഉറച്ച കോട്ട തങ്ങൾക്കൊപ്പം തന്നെ നിലനിർത്തുക എന്നതാണ് UDF-ന്റെ ഒരു കണക്കുകൂട്ടൽ ഉള്ളത്. തൊട്ടിപ്പുറത്ത് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എത്തിയപ്പോൾ തന്നെ വലിയ നേട്ടമുണ്ടായി. ജില്ലാ പഞ്ചായത്തും 11-ൽ 10 ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ പിടിച്ചു. 71-ൽ 53 പഞ്ചായത്തുകൾ പിടിക്കുക. അങ്ങനെ ശക്തമായ മുന്നേറ്റം ഇടതുമുന്നണി കാഴ്ചവെച്ചു. അത് നിലനിർത്താനായാൽ തന്നെ വലിയ നേട്ടമാണ് എന്നുള്ളതാണ്. തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ പോരായി കൂടി മാറുന്നത് കേരള കോൺഗ്രസുകൾ എമ്മുകളുടെ മുന്നണി മാറ്റത്തിനായുള്ള വലിയ ശ്രമങ്ങൾ പലപ്പോഴും ഇതിനു മുൻപ് തന്നെ നടന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതുകൂടി ചേർത്ത് വായിക്കേണ്ട ഒന്നായി മാറുകയാണ്. ഒരുപക്ഷെ ജോസ് വിഭാഗത്തിന് വലിയ തോൽവി ഉണ്ടാകുകയാണെങ്കിൽ അവരെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം സ്വാഭാവികമായും UDF നടത്തും. നേരത്തെ തൊട്ടേ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ആ ശ്രമങ്ങൾക്ക് ഒരു സഹായകരമാകും അങ്ങനെ ഒരു ഫലം ഉണ്ടായാൽ. അതേസമയം തന്നെ വലിയ വിജയമാണ് ജോസ് വിഭാഗത്തിന് ഉണ്ടാകുന്നതെങ്കിൽ അവർ കുറച്ചുകൂടി ശക്തമായി ഇടതുമുന്നണിയിൽ നിൽക്കും, ഇടതുമുന്നണിയിലെ ശക്തരായി മാറും. അതൊരു തുടർ ഭരണത്തിന്റെ സൂചന എന്ന നിലയിൽ അവർ അവതരിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചും നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ തട്ടകമാണ് ഫലത്തിൽ കോട്ടയം, മധ്യ തിരുവിതാംകൂർ. അവിടെ ഒരു തിരിച്ചടി ഉണ്ടായാൽ, ഇനിയും വീണ്ടും തിരിച്ചടി ഉണ്ടായാൽ അത് ആ മുന്നണിയുടെ തന്നെ ഒരു ശൈഥല്യത്തിന് കാരണമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും അത്രത്തോളം രാഷ്ട്രീയം നിറഞ്ഞതാണ് കോട്ടയത്തെ പോരാട്ടം. തീർച്ചയായും ഈ ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒന്ന് പോകണം. ആജ്ഞ, കൊച്ചിയിലും വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷനിലൊക്കെ തിരിച്ചുവരാനുള്ള UDF ശ്രമമുണ്ട്, സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള BJPയുടെ ശ്രമമുണ്ട്, ഭരണം നിലനിർത്താൻ കൂടുതൽ സീറ്റുകൾ നേടാൻ LDF ശ്രമിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം പ്രചരണകാലത്തുടനീളം കണ്ടിരുന്നു. കുട്ടിക്കലാശത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആവേശകരമായിരുന്നോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, നമ്മളിപ്പോൾ ഉള്ളത് ഈ കൊട്ടിക്കലാശം കഴിഞ്ഞിട്ടുള്ള ഒരു കവലയിലാണ്. കറുകപ്പള്ളി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് നിലവിലുള്ളത്. ഇവിടെ ഇപ്പോൾ കൊട്ടിക്കലാശം കഴിഞ്ഞ് പോലീസ് എല്ലാവരെയും പിരിച്ചുവിട്ടു. കൃത്യം 6 മണി തന്നെ ആയ സമയത്തായപ്പോൾ തന്നെ പിരിച്ചുവിട്ടു. ഇവിടേക്ക് വന്നത് 2 ഡിവിഷനിലുള്ള സ്ഥാനാർത്ഥികളാണ്. ഈ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ള ആവശ്യമാണ് LDF-ന് മുന്നിലുള്ളത്. അത് തന്നെ തുടർഭരണം തന്നെയാണ് LDF ലക്ഷ്യമിടുന്നത്, തുടർഭരണം തന്നെയാണ്. അതേസമയം UDF-ന് സീറ്റുകൾ കൂട്ടേണ്ടുന്ന സാഹചര്യമുണ്ട്. BJP-ക്കാണെങ്കിൽ സീറ്റ് തിരിച്ചുപിടിക്കേണ്ട സാഹചര്യം UDF-നുണ്ട്. അതുപോലെ BJP-ക്കാണെങ്കിൽ സീറ്റുകൾ ഉറപ്പിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. നിലവിൽ വലിയ മത്സരം ഉണ്ടാകാൻ ഇടയുള്ള ഒരു സാഹചര്യം കൂടി ഈ പറഞ്ഞതുപോലെ കൊച്ചി കോർപ്പറേഷനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ 5 വർഷത്തെ വികസന പദ്ധതികൾ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു, നമുക്കറിയാം, സമൃദ്ധി, ഷീ ലോഡ്ജ് തുടങ്ങിയ വിവിധ പദ്ധതികൾ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത്. ഇനി ഇപ്പോൾ കലാശക്കൊട്ട് കഴിഞ്ഞു, ഈ കുടുംബശ്രീ യോഗം കഴിഞ്ഞു, അതുപോലെ കവല പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ ശേഷം അവസാനവട്ട വോട്ടുറപ്പിക്കലിനായി നാളെ ഒരു ദിവസം നിശബ്ദ പ്രചാരണം കൂടിയുണ്ട്. 7 ജില്ലകളിൽ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിലെ ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ LDF-ന് മുന്നിലുള്ളത് ഭരണ തുടർച്ചയും അതുപോലെ UDF-ന് ഈ കൊച്ചിയെ സംബന്ധിച്ചിട്ട് ഭരണം തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിലാണ് UDF. പല വിഷയങ്ങൾ, സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ UDF ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDF-നും അതുപോലെ ഡീലിമിറ്റേഷൻ വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വാർഡ് വിഭജനം വന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തെ ഒരു നീക്കം LDF-ന് അനുകൂലമായ സാഹചര്യം LDF-ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. അതേസമയം UDF അതെല്ലാം വോട്ടാക്കി മാറ്റാനുള്ള LDF നേരിടുന്ന പ്രശ്നങ്ങൾ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ തന്നെയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ LDF-ഉം പ്രചാരണ രംഗത്ത് ശക്തമായി തന്നെയുണ്ട്. BJP-യും ഈ ഇരു മുന്നണികൾക്കും ഇടയിലൂടെ തങ്ങൾക്ക് എത്ര സീറ്റ് ഉറപ്പിക്കാം എന്നുള്ള സാഹചര്യത്തിൽ മിക്കവാറും എല്ലാ ഡിവിഷനിൽ തന്നെ BJP-യും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഒന്നുകിൽ BJP-യെ സംബന്ധിച്ചിട്ട് എത്ര ഷെയർ ഉണ്ടാകും, വോട്ട് ഷെയർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയെ സ്വാധീനിക്കാൻ പോകുന്നത്ര വോട്ട് പിടിച്ചെടുക്കാൻ BJP-ക്ക് കഴിയുമോ എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായതും വലിയ പതാകകൾ വീശിയാണ് ഇവിടെ LDF-ന്റെയും UDF-ന്റെയും അണികൾ എത്തിയിരുന്നത്. അങ്ങനെയാണ് വലിയ ആവേശമായിരുന്നു. സ്ഥാനാർത്ഥികളുടെ പേരെഴുതിയ ബലൂണുകൾ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ വലിയ പ്ലക്കാർഡുകളൊക്കെ പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു. വലിയ ആവേശത്തോടു കൂടി തന്നെയായിരുന്നു ഇവിടെ കലാശക്കൊട്ട് അവസാനിച്ചത്. കൃത്യം 6 മണിക്ക് തന്നെ നമ്മൾ ഈ നിൽക്കുന്ന കവലയിൽ 2 ഡിവിഷനിലെ 20ാം ഡിവിഷനിലെ 19ാം ഡിവിഷനിലെയുമാണ് ഈ 2 ഡിവിഷനിലെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു, അവരുടെ അണികളും ഉണ്ടായിരുന്നു. ആ ഒരു വലിയ ആവേശവും വലിയ ആൾക്കൂട്ടവും ഒക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുമെന്ന്. എന്തായാലും നാളെ നിശബ്ദ പ്രചാരണത്തിലുള്ള സമയമാണ്. മറ്റന്നാൾ ഈ 7 ജില്ലകൾ, കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അവസാന നിമിഷ വോട്ടുറപ്പിക്കലിന്റെ തിരക്കിലാകും ഇനി നാളെ മുതൽ സ്ഥാനാർത്ഥികൾ. ആജ്ഞ രവീന്ദ്രനും G ശ്രീജിത്തും ഒപ്പം ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നാളെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. നാളെയാണ് നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വരിക. ബലാത്സംഗ കേസിൽ ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 11ാം ദിവസവും ഒളിവിൽ തുടരുന്നു എന്നുള്ളതാണ്. ആദ്യം കേസിൽ 15ാം തീയതി വരെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞുവെങ്കിലും രണ്ടാമത്തെ കേസിൽ അറസ്റ്റിന് തടസ്സമില്ല. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. പരാതിക്കാരിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം സജീവമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ ഇരയായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഊർജിതമായ നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ യുവതിയെ നേരിൽ കാണാനുള്ള ശ്രമമാണ് AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ, രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. എന്തായാലും അതിനു മുമ്പ് രാഹുലിനെതിരെ ഒരു കടുത്ത നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കില്ല എന്നാണ് വിവരം. എന്തായാലും ആദ്യം ബംഗളൂരുവിലേക്ക് രാഹുലിനെ അന്വേഷിച്ചെത്തിയ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് ചോരുന്നതായുള്ള ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ സംഘത്തോട് തിരുവനന്തപുരത്തേക്ക് തിരികെ മടങ്ങാൻ നിർദ്ദേശം നൽകുകയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി. അതിനുശേഷമാണ് രണ്ടാമത് ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക സംഘത്തെ ബംഗളൂരുവിലേക്ക് അയച്ചിരിക്കുന്നത്. രാഹുൽ എവിടെയെന്ന് കൃത്യമായി കണ്ടെത്തുക, പക്ഷേ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നീക്കങ്ങളിലേക്ക്, അതായത് ഒരുപക്ഷെ നാളെ സെഷൻസ് കോടതിയിൽ നിന്ന് വരുന്ന വിധി അനുസരിച്ചായിരിക്കും രാഹുലിന്റെ കാര്യത്തിൽ എന്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കണമെന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഒരു തീരുമാനത്തിൽ എത്തുക. എന്തായാലും നാളെ ഈ സെഷൻസ് കോടതി ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് ഈ യുവതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, ഈ പരാതിയുമായി ബന്ധപ്പെട്ട അതിലെ നിജസ്ഥിതി എന്താണ് എന്ന് കണ്ടെത്താനുള്ള വലിയ ശ്രമമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തെ AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നടി റിനിക്കെതിരെ ഉണ്ടായ ഭീഷണി ഭീരുക്കളുടെ ജൽപ്പനം മാത്രമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സജന ബി സാജൻ. ഭയന്നാൽ ജീവിതകാലം മുഴുവൻ ഭയക്കാനേ സമയമുണ്ടാകൂ എന്ന് സജന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ശക്തരായ ഒരു വിഭാഗം കൂടെയുണ്ടെന്നും സജന കുറിപ്പിൽ വ്യക്തമാക്കി. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമലയിലെ മോഷണവുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകി രമേശ് ചെന്നിത്തല. രാജ്യാന്തര കരിഞ്ചന്തയിൽ കാണാതെ പോയ സ്വർണ്ണപ്പാളികളുടെ ഇടപാട് നടന്നത് 500 കോടിക്കാണെന്ന വിവരം ലഭിച്ചതായി രമേശ് ചെന്നിത്തല പറയുന്നു. അന്താരാഷ്ട്ര മാഫിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും ചെന്നിത്തല പറഞ്ഞു. SIT അന്വേഷണത്തിന് തയ്യാറെങ്കിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് നേരിട്ടറിവുള്ള വ്യക്തിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കാം. സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും റാക്കറ്റുകൾക്കും കടത്തുമായി ബന്ധമുണ്ടെന്നും ചെന്നിത്തല പറയുന്നു. തുടർന്ന് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി.
നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് നാളെ നിർണായകം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപ് 8ാം പ്രതിയായ കേസിൽ വിധി പറയുക. 7 വർഷവും 7 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കേസിലെ നിർണായക വിധി. കേസിൽ ദിലീപ് വ്യാജരേഖ ചമച്ചുവെന്നും സാക്ഷിമൊഴികളിൽ കൃത്രിമത്വം കാണിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. നമുക്കറിയാം, വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ്. സിനിമാ രംഗത്തെ രണ്ടാക്കി തിരിച്ച 2 വിഭാഗങ്ങളായി സിനിമാ രംഗം മാറിയ കേസാണ്. WCCയുടെ പിറവിക്ക് പോലും ആധാരമായ ഒരു സംഭവമാണ്. ദിലീപ് എന്ന ജനപ്രിയ താരം, സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ അസ്തമനം ആരംഭിച്ച ഒരു കേസ് കൂടിയാണ്. ഈ ചിത്രത്തിലേക്ക് ദിലീപ് എങ്ങനെ വന്നുവെന്ന് നവമി ദിനേശ് വിശദീകരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഒരു ഘട്ടത്തിൽ പോലും ദിലീപ് സംശയനിഴലിലായിരുന്നില്ല. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താരസംഘടനയായ അമ്മ സംഘടിപ്പിച്ച പരിപാടിയിലും ദിലീപ് പങ്കെടുത്തിരുന്നു. വേദിയിൽ നടി മഞ്ജു വാര്യർ നടത്തിയ പരാമർശം ഏറെ വിവാദമായി. ഇതിനു പിന്നിൽ നടന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ഫെബ്രുവരി 23-ന് ആലുവ ജുഡീഷ്യൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയ 1ാം പ്രതി പൾസർ സുനിയെയും കൂട്ടാളി വിജേഷിനെയും പോലീസ് അതിനാടകീയമായി കീഴടക്കി. പൾസർ സുനിയുടെ മൊഴിമാറ്റങ്ങൾ കേസിൽ നിർണായകമായി. പണത്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ആദ്യം പറഞ്ഞ സുനി ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മാറ്റി പറഞ്ഞു. അതിനിടെ പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു, സംവിധായകൻ നാദിർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും ഫോണിൽ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്ന് നടൻ ദിലീപ് DGPക്ക് പരാതി നൽകി. എന്നാൽ സുനിൽ ജയിലിൽ നിന്നും മറ്റൊരാളുടെ സഹായത്തോടെ ദിലീപിന് എഴുതിയ കത്ത് പുറത്തു വന്നതോടെ നടൻ സംശയനിഴലിലായി. ദിലീപ് ആവശ്യപ്പെട്ടിട്ടാണ് നടിയെ ആക്രമിച്ചതെന്നും ദൃശ്യങ്ങൾ പകർത്തിയതെന്നും കത്തിലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ ദിലീപ് 1 കോടി രൂപ വാഗ്ദാനം നൽകി. പൈസ കിട്ടാത്തതുകൊണ്ടാണ് കത്തെഴുതുന്നതെന്നും ഉടൻ പണം നൽകണമെന്നും അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് അന്വേഷണ സംഘം ദിലീപ്, നാദിർഷ, അപ്പുണ്ണി എന്നിവരെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി 13 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സുനിയുടെ സഹതടവുകാരൻ ജിൻസന്റെ മൊഴിയാണ് കേസിൽ പിന്നീട് വഴിത്തിരിവുണ്ടാക്കിയത്. പൾസർ സുനി ജയിലിൽ നിന്നും നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിച്ച് പണം ആവശ്യപ്പെട്ടതായും വെളിപ്പെടുത്തി. ജൂലൈ 1-ന് ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവന്റെ കൊച്ചിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി. നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനിയും കൂട്ടാളികളും ഈ സ്ഥാപനത്തിൽ എത്തിയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ദിലീപിന്റെ ചിത്രമായ ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സുനി എത്തിയ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ ദിലീപിനെതിരായ കുരുക്കുമുറുകി. ജയിലിൽ ഒളിച്ചുകടത്തിയ ഫോണിലൂടെയും ജയിലിലെ ലാൻഡ് ഫോണിലൂടെയും പൾസർ സുനി നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിച്ചതിന്റെയും ഇരുവരും തിരികെ വിളിച്ചതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അങ്ങനെ തെളിവുകളെല്ലാം കൂട്ടിയിണക്കി മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ജൂലൈ 10-ന് ഗൂഢാലോചന കുറ്റം ചുമത്തി ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധി പറയാനിരിക്കെ കഴിഞ്ഞ 8 വർഷവും നടിയോടൊപ്പം നിന്ന ഒരാളുണ്ട്. നടിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി കേസിലെ എല്ലാ പ്രതികൾക്കും ശിക്ഷ ലഭിക്കാൻ പോകുന്നത്ര തെളിവുകൾ കോടതിക്ക് മുന്നിലുണ്ടെന്ന് അവർ പറഞ്ഞു. നടിയോടൊപ്പം നിന്നതിന് നിരവധി സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വന്നതായും TB മിനി പറയുന്നു. നടിയെ ആക്രമിച്ച കേസ് 8 വർഷം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടത്തിന് നാളെ അന്തിമ വിധിയാവുകയാണ്. ഇതിനിടയിൽ ഒറ്റപ്പെടുത്തലുകൾ ഏറെ, സമൂഹത്തിന്റെ മറ്റു കുറ്റപ്പെടുത്തലുകൾ ഏറെ. കൂടെ നിൽക്കുമെന്ന് കരുതിയവർ അവസരവാദ നയങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ നടിയോടൊപ്പം നിന്ന ഒരാൾ നമ്മളോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് TB മിനി നടിയുടെ അഭിഭാഷകയാണ്. മാത്രമല്ല, അവർ തളർന്നു പോകുന്ന ഓരോ ഘട്ടങ്ങളിലും അവർക്കൊപ്പം നിന്ന അനുഭവ പരിജ്ഞാനവും TB മിനിക്കുണ്ട്. നമുക്ക് എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഏകദേശ ധാരണ അഡ്വക്കേറ്റിനുണ്ടാവും. നമുക്ക് അവരോട് തന്നെ കൂടുതൽ ചോദിക്കാം. നമസ്കാരം മാഡം. 10 പ്രതികൾക്കും എങ്ങനെയായിരിക്കും ശിക്ഷ ലഭിക്കുമായിരിക്കുമോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളൊരു പ്രോസിക്യൂഷന്റെ ഒരു ഇതനുസരിച്ച് ഞങ്ങൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഞങ്ങൾ കൊടുത്ത എല്ലാ എവിഡൻസും അതേപോലെ തന്നെ കോടതി എടുക്കണം എന്നില്ല. കോടതികൾക്ക് കോടതികളുടെ വ്യൂ ഉണ്ടാവും. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തല്ലേ പറ്റൂ. പക്ഷെ ഞങ്ങൾ ഒരു കോൺസ്പിറസി മറ്റുള്ള കമ്മിറ്റൽ ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓൾറെഡി അവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്തതാണ് പ്രതികളെ. കോൺസ്പിറസി മാത്രമല്ലേ തർക്കത്തിലുള്ളൂ.
കോൺസ്പിറസിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. കാരണം കോൺസ്പിറസിയിൽ ഡയറക്റ്റ് എവിഡൻസ് വളരെ അപൂർവമായിരിക്കും. സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് തന്നെ ധാരാളമാണ് അത്തരം 120B തെളിയിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ഞങ്ങൾ ആർഗ്യുമെന്റ് നോട്ട് പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുണ്ട്. തെളിവുകളെല്ലാം നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കോടതിയിൽ അസിസ്റ്റ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾക്കുള്ളത്. നമ്മൾക്ക് വിശ്വാസമുണ്ട് ഈ പ്രതികളെല്ലാവരും ഈ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കാതിരിക്കുന്നെങ്കിൽ അത് ജുഡീഷ്യറിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അത് ശിക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ 8ാം പ്രതി പിന്നീട് 2ാം ഘട്ടത്തിലാണല്ലോ 8ാം പ്രതി വരുന്ന ഒരു സാഹചര്യവും 8ാം പ്രതി അറസ്റ്റിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ ഒരാളെ, ദിലീപിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത്ര കൃത്യമായ ഒരു എവിഡൻസ് ഇല്ലാതെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല എന്നൊരു വിശ്വാസം കേരളീയ സമൂഹത്തിനുണ്ടല്ലോ. എന്തായാലും മാഡം പറഞ്ഞതുപോലെ തന്നെ കോൺസ്പിറസി എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴും അങ്ങനെ ഒരു തെളിവുകൾ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കേസിൽ ഇതൊരിക്കലും പ്രോസിക്യൂഷനോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോ മാത്രം കണ്ടുപിടിച്ചൊരു കാര്യമല്ല. പ്രകൃതി ഇതിൽ പല തെളിവുകളും കൊണ്ടു കൊടുക്കുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു കേസ് ആണിത്. കാരണം ഇതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അത് നമ്മൾ ആരെങ്കിലും കൊടുക്കാനൊന്നും ചെയ്തിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഇത് ഞാൻ വെച്ചാൽ ഇതിന്റെ നമ്മൾ ചില ആളുകളുടെ ഫേസിൽ നോക്കിയാൽ അറിയാൻ പറ്റും. മനസ്സിലായി? അപ്പം നിങ്ങൾ ത്രൂ ഔട്ട് ഈ 8ാം പ്രതിയുടെ ഒരു ഫേസിൽ ഉണ്ടായിരിക്കുന്ന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുടെ ഫേസിൽ വരുന്ന മാറ്റങ്ങൾ, ഫേസിൽ നമ്മൾ അയാൾ സംസാരിക്കുമ്പോൾ ആളുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അയാൾക്ക് മറച്ചു വയ്ക്കാനേ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും വീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീക്ഷിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. മറ്റു വാർത്തയിലേക്ക്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കാണാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,930, പവന് 95,440. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,870, പവന് 78,960. വെള്ളി ഗ്രാമിന് 192, കിലോയ്ക്ക് 1,92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.